നേതൃത്വത്തിന് വെളിവുണ്ടാകുവാൻ ഓർത്തഡോക്സ് സഭാസ്ഥാനത്ത് വിശ്വാസികളുടെ ഉപവാസ പ്രാർത്ഥനാ പ്രതിഷേധം. ഓർത്തഡോക്സ് സഭ ആസ്ഥാനമായ ദേവലോകം മർദ്ദലോകമാക്കിയ സഭാ നേതൃത്വത്തിന് വെളിവ് വരുവാനും സഭയെയും വിശ്വാസികളെയും പൊതുസമൂഹത്തിന് മുന്നിൽ നിരന്തരം നാണം കെടുത്തുന്ന മെത്രാന്മാർക്കും പാതിരികൾക്കും സുബോധമുണ്ടാകുവാനും കോട്ടയം സഭാസ്ഥാനത്ത് ഇന്ന് വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രാർത്ഥന പ്രതിഷേധം നടന്നു. ഇന്ന് രാവിലെ 10 മണി മുതലാണ് മുൻകാലങ്ങളിൽ ദേവലോകം എന്നറിയപ്പെട്ടിരുന്ന അരമന ചാപ്പലിൽ 100ഓളം വരുന്ന വിശ്വാസികൾ സഭയിലെ സമീപകാല വിവാദങ്ങളുടെ പേരിൽ പ്രാർത്ഥനാ പ്രതിഷേധം നടത്തിയത്. സഭയിൽ സമാധാനവും ഐക്യവും ലക്ഷ്യമാക്കി തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുഡ് ഷെപ്പേർഡ് സിറിയൻ ക്രിസ്ത്യൻ ഫാമിലി ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിച്ചത്. നാളെ, അതായത് വെള്ളിയാഴ്ച, സഭയുടെ സുന്നഹദോസ് ചേരുവാൻ ഇരിക്കവെയാണ് ഇവരുടെ പ്രതിഷേധം എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ സൂചനാ സമരത്തെ സഹികെട്ട സഭയിലെ സംസ്കാര സമ്പന്നരായ ഒരു കൂട്ടം വിശ്വാസ സമൂഹത്തിൻ്റെ സമാധാനപരവും ക്രൈസ്തവ മൂല്യത്തിലധിഷ്ഠിതവുമായ ഒരു സൂചനാ സമരമായി മാത്രം കണക്കാക്കാവുന്നതാണ്. ദേവലോകത്ത് കബറടങ്ങിയ സഭയുടെ കാവൽപിതാക്കന്മാരുടെ കബറിടത്തിൽ സഭയുടെ നിലവിലെ അവസ്ഥയിൽ വിലപിച്ച് അവർ 51-ാം സങ്കീർത്തനം വായിച്ചു വിലപിച്ച് കൗമകൾ ചൊല്ലി പ്രാർത്ഥിച്ചു, സഭാധ്യക്ഷന് വെളിവ് വരുവാൻ. അതിനുശേഷം വളരെ വിശദമായ ഒരു പൊതുനിവേദനം തയ്യാറാക്കി അത് സഭയുടെ കാതോലിക്കയ്ക്ക് അവർ കൈമാറി. ജനസംഖ്യാനുപാതികമായി വളരെയധികം ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ സഭയാണ് ഓർത്തഡോക്സ് സഭയെന്നും ഇന്ന് ഈ സമൂഹത്തെ കൂടുതൽ പ്രതിസന്ധികളിലേക്കും അപമാനത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും തള്ളിവിട്ടുകൊണ്ട് സ്വയം പരിശുദ്ധന്മാരെന്ന് മേനി പറയുന്ന പൗരോഹിത്യ സമൂഹം ഈ സഭയെ അധപ്പതിപ്പിക്കുന്ന ദുഃഖകരവും മ്ലേച്ഛകരവുമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈനംദിനം എന്ന നിലയിൽ ഇപ്പോൾ കേൾക്കുന്നു, സംഭവിക്കുന്നു എന്ന് അവർ നിവേദനത്തിൻ്റെ ആമുഖമായി പറയുന്നു. പള്ളിയിലൊന്ന്, അങ്ങാടിയിൽ മറ്റൊന്ന് എന്ന രീതിയിൽ സഭയുടെ തലതൊട്ട് താഴെ വരെയുള്ള നല്ലൊരു പങ്ക് പുരോഹിതന്മാരും ധർമ്മവും നീതിയും സത്യവുമില്ലാത്തവരായി തരം താണിരിക്കുന്നു എന്ന് ഇവർ പറയുന്നു. യഥാ രാജ തഥാ പ്രജ, വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇന്ന് സഭയിൽ. പ്രതികരിക്കുന്നവർക്കും മനസാക്ഷിയുള്ളവർക്കും ക്രൈസ്തവബോധമുള്ളവർക്കും നേതൃത്വ നിരയിലുള്ളവരിൽ നിന്ന് ആട്ടും കുത്തും, പിന്നെ മെത്രാന്മാരുടെ ഫാൻസുകാരുടെ ക്രൂര വിമർശനങ്ങളും, അങ്ങനെ പ്രതികരണശേഷിയുള്ള അൽമായരുൾപ്പെടെയുള്ള ഏറിയ പങ്ക് വിശ്വാസികളും ഇന്ന് നിസ്സംഗരായി മാറിക്കഴിഞ്ഞു. അവരുടെ ദൈവവിശ്വാസം പോലും നഷ്ടമായി എന്നും നിവേദനത്തിൽ പറയുന്നു. അതുകൊണ്ട് ഈ രീതി തുടർന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർത്തഡോക്സ് സഭയുടെ പ്രസക്തി തന്നെ സമൂഹത്തിൽ നഷ്ടപ്പെടുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നും ഇവർ പറയുന്നു. ഈ ഘട്ടത്തിൽ പരിശുദ്ധ സഭയെ നെഞ്ചിലേറ്റി അതിൻ്റെ ശുഭയാത്രയ്ക്ക് കളമൊരുക്കിയവരായ നസ്രാണി പൗരുഷത്തിൻ്റെ പിന്തുടർച്ചക്കാർക്ക് ഇന്നത്തെ സഭയുടെ അരാജകത്വത്തിൽ കണ്ണും കാതുമടച്ച് നാട്യത്തോടെ ഇരിക്കുവാൻ അവർ സ്വാംശീകരിച്ച ക്രൈസ്തവ ദർശനം സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ചില അടിയന്തര തിരുത്തലുകൾ അനിവാര്യമായിരിക്കുന്നു എന്നും ചൂണ്ടിക്കാണിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ, ആവശ്യങ്ങളും നിവേദനങ്ങളും അവർ അക്കമിട്ട് നിരത്തി സഭാധ്യക്ഷന് സമർപ്പിച്ചു കഴിഞ്ഞു. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി സഭാധ്യക്ഷൻ അഹന്ത വെടിഞ്ഞ് നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ വിശ്വാസ സമൂഹം ഇനി റൂഷ്മ വരച്ച് നോക്കി നിൽക്കില്ല, ശക്തമായി പ്രതികരിക്കും എന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഗുഡ് ഷെപ്പേർഡ് സിറിയൻ ക്രിസ്ത്യൻ ഫാമിലി ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ പ്രാർത്ഥനാ സംഗമം. ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അൽമായർ ഇതുപോലെ സഭാ നേതൃത്വത്തിന് വെളിവുണ്ടാകുവാൻ സഭാസ്ഥാനത്ത് ഉപവാസ പ്രാർത്ഥന നടത്തുന്നത്. ഇന്ന് സഭാസ്ഥാനത്ത് നടന്ന പ്രാർത്ഥന ഉപവാസ യജ്ഞത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാപുരുഷന്റെ സംയോജനത്തിന്റെ ധൂപവുമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ സഭയുടെ കിരീടവും സത്യവിശ്വാസികളുടെ പ്രഭേയമായ മാതാവേ, അഗ്നിബാധയിൽ നിന്നും അതിവർഷത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും വസന്തകളിൽ നിന്നും ദോഷകരമായ അനാസ്ഥയിൽ നിന്നും ദൈവഭയമില്ലാത്ത ജാതികളിൽ നിന്നും മോചനം ലഭിക്കുവാൻ പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി വിശ്വാസനോട് അപേക്ഷിക്കണമേ. അവിടുത്തെ മധ്യസ്ഥയാൽ സാധാരണ സകലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സ്വർഗജായത്തിന് അവകാശികളാകുവാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചുപോയൊരു സംഗതിയാക്കണമേ. ബാറയ്ക്കുമോറാമേ. ഋണക്കടലെ ഞാൻ നോക്കും ദേവാതനയാലിൻ
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്രമിക്കുന്ന പരിശുദ്ധ പരിമളത്തിന്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വകുടുംബത്തെ വിട്ടുപിരിഞ്ഞ പരിശുദ്ധ പരിമളത്തിന്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മുടങ്ങാത്ത പ്രാർത്ഥനകളാലും ധാരണങ്ങളാലും ദൈവിക ധ്യാനങ്ങളാലും പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല ഇടയിൽ ഭരണകർത്താവായി ദൈവത്താൽ നിയമിക്കപ്പെട്ട പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൊണ്ട് തന്റെ ആട്ടിൻപറ്റത്തെ ദൈവിക ശുശ്രാമിയിൽ നയിച്ച പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തന്റെ ആടുകളെ ആത്മീയന്മാരിൽ പോഷിപ്പിച്ച പരിശുദ്ധ പരിമളത്തിന്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വൈദികരെ പഠിപ്പിക്കുകയും പട്ടം കെട്ടുകയും ചെയ്യുവാൻ തക്കണം പരിശുദ്ധ സഭയുടെ ജ്ഞാനമുള്ള ശിശുവായി കാക്കപ്പെട്ട പരിശുദ്ധ പരിമളത്തിന്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ ശക്തിയെ ഉൾപ്പെടുത്തി കൊടുത്തിരുന്ന പരിശുദ്ധ പരിമളത്തിന്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസത്തെ അനേകരെ ശിക്ഷപ്പെടുകയും അനേകർക്ക് ഉത്തമ വഴി കാട്ടിത്തീരുകയും ചെയ്ത പരിശുദ്ധ പരിമളത്തിന്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരെയും പരിശുദ്ധങ്ങളാൽ വാഴ്ത്തണമേ. തിരുസന്നിധിയുള്ള അവരുടെ മാനസ്ഥ മൂലം ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ. പിശാചുമാർ രക്ഷപ്പെടുന്ന എല്ലാവർക്കും സ്വാധീനം കൊടുക്കണമേ. ഞങ്ങളുടെ കടന്നു പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. തിരുസഭയിൽ ശാന്തിയും ഐക്യമത്യം വരുത്തണമേ. തർക്കങ്ങളെയും ഭിന്നതകളെയും നീക്കിക്കളയണമേ. ലോകത്തിന്റെ നാനാഭാഗത്തും തിരുനാമത്തിനെ നീതിപാതയിൽ കൂടി നടത്തുന്നു. ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്നോട് ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കൊല്ലവനെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള കർത്താവേ, നിന്റെ മാതാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളെ ഞങ്ങളുടെ മരിച്ചുപോരെയും പ്രണയപ്പെടുത്തണമേ. കന്യാമറിയാമിനെ കുറിച്ചുള്ള ഓർമ്മ ഞങ്ങൾക്ക് വാഴ്വനായി തീരണമേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.